കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുൻപിൽ വീഴിച്ചേക്കാം. സഹായിക്കുവാനും വീഴിക്കുവാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമസ്യാവ് യഹൂദായുടെ രാജാവായിരിക്കുന്ന സമയത്ത് നേരിട്ട അല്ലെങ്കിൽ അവിടെ സംഭവിച്ച ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് സൈന്യബലം, അന്നത്തെ രീതിയിൽ രാജാവിന് സൈന്യബലം എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പം അമസ്യാവിൻ്റെ കൂടെ സ്തോത്രം സഹസ്രാധിപന്മാർക്ക് ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനമായി നിർത്തി 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയും എടുക്കുവാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 3 ലക്ഷം പേര് ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്ത കാര്യം എന്നറിയാമോ? അമസ്യാവ് ഇസ്രായേലിൽ നിന്ന് 1 ലക്ഷം പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് എന്ത് ചെയ്തു? കൂലിക്ക് വാങ്ങി. അപ്പം സൈന്യബലത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം യുദ്ധത്തിന് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ബലം കൂടിക്കിട്ടുമെന്ന് ചിന്തിച്ച് 100 താലന്ത് വെള്ളി ഇസ്രായേലിന് കൊടുത്ത് 1 ലക്ഷം പരാക്രമശാലികൾ എന്ത് ചെയ്തു? കൂലിക്ക് വാങ്ങുവാൻ തക്കവണ്ണം ഇടയ. ആ സമയത്താണ് ഒരു ദൈവമനുഷ്യൻ അമസ്യാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഭാഗമാണ് വായിച്ചത്. അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന്, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രൈമിനോടും കൂടെ തന്നെയില്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ എന്ത് ചെയ്യുക? ധൈര്യം കാണിക്കുക. ഒന്ന്, അവരെ കൂലിക്ക് മേടിച്ചിട്ട് കാര്യമില്ല, കാരണം യഹോവ അവരോട് കൂടെ ഇല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വിദ്യാഭ്യാസമോ കഴിവോ ബലമോ ശക്തിയോ ഡിഗ്രിയോ ജോലിയോ സംവിധാനങ്ങളോ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ സകലതും പരാജയമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, പരാക്രമശാലികളാണ് ഇസ്രായേൽ അല്ലേ, പക്ഷേ അവരോടുകൂടെ ആരില്ല? ദൈവം കൂടെ ഇല്ല എന്ന് പറയുന്നൊരു ഭാഗത്തേക്ക് വരികയാണ്. സ്തോത്രം. അപ്പോഴാണ് ദൈവപുരുഷൻ അമസ്യാവിനോട് പറയുന്നത്, നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ എന്ത് ചെയ്യുക? ധൈര്യം കാണിക്കണം. യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് ആരും കൂടെ കൂട്ടണ്ട, അല്ല, നീ തന്നെ പോകുക, നീ ചെന്ന് ധൈര്യം കാണിക്കുക. സ്തോത്രം. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുൻപിൽ എന്ത് ചെയ്യുക? വീഴ്ചയ്ക്കുക. ഇനി ഇവരുടെ സഹായവും കൂടെ ചേർന്ന് ഇസ്രായേലിൽ നിന്ന് കൂലിക്ക് മേടിച്ച പടയാളികളോടൊപ്പം ചെന്നാൽ ഒരുപക്ഷെ നീ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാരണം സഹായിക്കുവാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംവിധാനങ്ങളുമില്ലാതെ, ഒരു പടയാളികളുമില്ലാതെ യുദ്ധത്തെ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മളോട് കൂടെ 1000-ഓ 10,000-ഓ സൈന്യബലമോ പൈസയോ കഴിവോ മിടുക്കോ സാമ്പത്തികമോ ഒന്നും വേണമെന്നില്ല. കർത്താവ് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ചെന്നാൽ യുദ്ധത്തിൽ നീ ജയിക്കുവാൻ തക്കവണ്ണം ഇടവരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ കുടുംബത്തിലോ ദേശത്തിലോ ചുറ്റുപാടിലോ ഭവനത്തിലോ ഏതെങ്കിലും മേഖലകളിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒറ്റപ്പെട്ട നിന്നെ കൊണ്ട് വലിയ യുദ്ധങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമില്ലാത്തവൻ നിന്നോടൊപ്പം വരുന്നതിന് പകരം ദൈവമുള്ള നീ പോയാൽ ആ യുദ്ധം ജയിക്കുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് അനുഗ്രഹിക്കണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.